നമസ്കാരം. ഗോവ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വിവിധ. ഗോവ പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ നിർദ്ദേശം സർക്കാർ പരിഗണിക്കും. നികേഷ് കാബ്രൽ. ജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ അവസരം നൽകി മുഖ്യമന്ത്രി. ലോകമുക്തയെ ഉടൻ നിയമിക്കും സർക്കാർ കോടതിയിൽ. സംസ്ഥാനത്ത് വൻ ലഹരി വേട്ട. വിദേശികൾ ഉൾപ്പെടെ നിരവധി പേർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ നിർദ്ദേശം സർക്കാർ പരിഗണിക്കും. തീരദേശ പരിപാലന പ്ലാനിന്റെ കരടുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ എതിർപ്പ് സർക്കാർ പരിഗണിക്കില്ലെന്ന് പരിസ്ഥിതി വകുപ്പ് മന്ത്രി നികേഷ് കാബ്രൽ. ജനം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കും. അത്തരം നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി മാത്രമേ അന്തിമ വിജ്ഞാപനം ഇറക്കുകയുള്ളൂ എന്നും മന്ത്രി ഉറപ്പു നൽകി. തീരദേശ പരിപാലന പ്ലാനിനെതിരെ ഉണ്ടായ എതിർപ്പിനെ തുടർന്നാണ് ആദ്യമായാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാട് അറിയുന്നത്. ജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ അവസരം നൽകി മുഖ്യമന്ത്രി. തീരദേശ പരിപാലന കരട് പ്ലാനിൽ പൊതുജനാഭിപ്രായം അറിയാൻ അവസരം നൽകില്ലെന്ന വാദം തള്ളി മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. അഭിപ്രായം അറിയാൻ ജനങ്ങൾക്ക് സാധ്യമായ എല്ലാ അവസരവും നൽകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലും പ്രത്യേകം പൊതുസഭകൾ വിളിച്ചു ചേർത്തു. എന്നാൽ വേദിയിൽ വന്ന് ആരും അഭിപ്രായം പറഞ്ഞില്ല. പകരം വേദിക്ക് പുറത്തുനിന്ന് സംസാരിക്കുകയാണ് എല്ലാവരും ശ്രമിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ താൻ സൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി. സൗത്ത് ഗോവയിലും നോർത്ത് ഗോവയിലും അഭിപ്രായം ആരായാൻ പൊതുസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിച്ചു. എന്നാൽ വില്ലേജ് പഞ്ചായത്ത് തലത്തിൽ പൊതുജന അഭിപ്രായ സദസ്സുകൾ നടത്തണമെന്നാണ് ചിലരുടെ ആവശ്യം. തീരദേശ പരിപാലന പ്ലാനിന്റെ കരടിൽ പോരായ്മകൾ ഉള്ളതായി ജനങ്ങളുടെ പരിസ്ഥിതി പ്രവർത്തകരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംസ്ഥാന ലോകയുക്തയെ ഉടൻ നിയമിക്കുമെന്ന് സർക്കാർ. സംസ്ഥാന ലോകയുക്തയെ ഉടൻ നിയമിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയെ ലോകയുക്തയായി തെരഞ്ഞെടുക്കുകയും പ്രതിപക്ഷ നേതാവിന്റെ കൂടി അനുമതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അംഗീകാരത്തിനായി അപേക്ഷ സമർപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു. മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികയിൽ നിയമനം വൈകുന്നത് ചൂണ്ടിക്കാണിച്ച് സ്വകാര്യ വ്യക്തി സമർപ്പിച്ച പരാതിയിലാണ് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയത്. 2020 സെപ്റ്റംബർ 17-ന് പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച PK മിശ്ര സ്ഥാനമൊഴിഞ്ഞ ശേഷം ലോകയുക്ത തസ്തിക ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. സംസ്ഥാനത്ത് വൻ ലഹരി വേട്ട. വിദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റിൽ. സംസ്ഥാന ആന്റി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ലഹരി മരുന്ന് വേട്ടയിൽ 2 വിദേശി പൗരന്മാർ ഉൾപ്പെടെ നിരവധി പേർ അറസ്റ്റിൽ. 2 ദിവസമായി വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന റെയ്ഡിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് കണ്ടെത്തിയത്. LSD, കൊക്കൈൻ, ചരസ്, കഞ്ചാവ് തുടങ്ങി നിരവധി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അധികൃതർ അറിയിച്ചു. 5 മുനിസിപ്പാലിറ്റികളിൽ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായി. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പട്ടികയിൽ ആകെ 438 പേരുള്ളത്. മാർഗോവയിൽ 133 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇവിടെ സൂക്ഷ്മ പരിശോധനയിൽ 4 പത്രിക തള്ളിയിരുന്നു. മഫ്തയിൽ 97 സ്ഥാനാർത്ഥികളും മാർഗോവയിൽ 111 സ്ഥാനാർത്ഥികളുമാണുള്ളത്. കേരള വാർത്തകൾ. സ്വപ്നയുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ പുറത്തായ സംഭവം കസ്റ്റംസ് കമ്മീഷണർക്ക് AGയുടെ നോട്ടീസ്. 13 സിറ്റിംഗ് MLA-മാർ അടങ്ങുന്ന സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി CPI. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി സാധ്യത പട്ടിക പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വോട്ട് നിലനിൽപ്പിന് വേണ്ടി RSSനോട് അകലം പാലിക്കേണ്ടതില്ല യാക്കോബായ സഭ മെത്രാപ്പോലീത്ത. ഡോളർ കടത്ത് കേസിൽ സ്വപ്നയുടെ മൊഴി പുറത്തു വന്നതിൽ പരാതിയുമായി CPM നേതാവ് KJ ജേക്കബാണ് പരാതി നൽകിയത്. രഹസ്യമൊഴി പുറത്തുപോയത് കോടതി അലക്ഷ്യമാണെന്നും കസ്റ്റംസ് കമ്മീഷണർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കണമെന്നാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറൽ കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാറിന് നോട്ടീസ് അയച്ചു. കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ കാരണം കാണിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ ശ്രീരാമകൃഷ്ണനും ഡോളർ കടത്ത് നേരിട്ട് പങ്കാളികളായ സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് പുറമെ സ്പീക്കർ, മറ്റ് 3 മന്ത്രിമാർ എന്നിവർക്ക് കോൺസുൽ ജനറലുമായി നേരിട്ട് ബന്ധമുണ്ട്. കോൺസുലേറ്റിന്റെ സഹായത്തോടെ ഡോളർ കടത്ത് മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്നും സ്വപ്നയുടെ രഹസ്യമൊഴി.
13 സിറ്റിംഗ് MLA-മാരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയുമായി CPI നിർവാഹക സമിതി. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് മത്സരിക്കും. സംസ്ഥാന കൗൺസിൽ യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം. 3 ടേം മത്സരിച്ചവരെ പൂർണ്ണമായി മാറ്റി നിർത്താനിരിക്കുകയാണ്. കൂടുതലും പുതുമുഖങ്ങളാണ് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ എൽദോ എബ്രഹാം വീണ്ടും മത്സരിക്കും. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. പാലായിൽ ജോസ് കെ മാണി തന്നെ സ്ഥാനാർത്ഥിയാകും. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും കാഞ്ഞിരപ്പള്ളിയിൽ N. ജയരാജനും വീണ്ടും ജനവിധി തേടും. കടുത്തുരുത്തി മണ്ഡലത്തിൽ സ്റ്റീഫൻ ജോർജ് ഉൾപ്പെടെ 3 പേരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരത്തിനിറങ്ങും. കടുത്തുരുത്തിയിൽ നിർമ്മല ജിമ്മി, സ്റ്റീഫൻ ജോർജ്, സിറിയാസ് കുതിരവേലി തുടങ്ങിയവർ പേരുകൾ പരിഗണനയുള്ളത്. കാഞ്ഞിരപ്പള്ളിയിൽ നിലവിൽ MLA-ആയ N. ജയരാജനെയാണ് പരിഗണിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. UDF സ്ഥാനാർത്ഥി നിർണയം അന്തിമ ഘട്ടത്തിലാണെന്നും നാളെ തീരുമാനമെടുക്കുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ നിലപാട് വ്യക്തമാക്കി പറഞ്ഞതാണ്. അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. MP-മാർക്ക് ഇളവ് നൽകില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിടിമുറുക്കുകയാണ് ഗ്രൂപ്പ് നേതാക്കൾ. തിരഞ്ഞെടുപ്പിലെ വിജയസാധ്യത ഗ്രൂപ്പുകളെ അടിസ്ഥാനമാക്കിയാണെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. വോട്ട് നിലനിൽപ്പിന് വേണ്ടി RSS-നോട് അകലം പാലിക്കേണ്ടതില്ല യാക്കോബായ സഭ. സഭയ്ക്ക് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ പോരാട്ടമാണെന്ന് ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത. മാധ്യമങ്ങൾക്ക് വിലപേശൽ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ആർക്കാണ് സഭയ്ക്ക് നീതി തരാൻ സാധിക്കുക എന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. സഭാ മാനേജിംഗ് സമിതിയിൽ പലവിധ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും സിനഡിന് ശേഷം അദ്ദേഹം പറഞ്ഞു. സഭ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ മുന്നണികളോടും ഒരേ നിലപാടാണുള്ളത്. ആർക്കാണ് സഭയ്ക്ക് നീതി തരാൻ സാധിക്കുക എന്നാണ് പരിശോധിച്ചു വരുന്നത്. സഭയ്ക്ക് പ്രാധാന്യം രാഷ്ട്രീയമല്ല, സഭയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരെയാണ് പ്രാധാന്യം നൽകുക. ദേശീയ വാർത്തകൾ. സ്വർണ്ണക്കള്ളക്കടത്ത് ഭീകരപ്രവർത്തന പരിധിയിൽ വരുമോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കും. വാഗ്ദാന പെരുമഴയുമായി DMK, അണ്ണാ DMK മുന്നണികൾ. സംവരണ എത്ര സംസ്ഥാനങ്ങളുടെ നിലപാട് തേടി സുപ്രീം കോടതി. വാർത്തകൾ വിശദമായി. സ്വർണ്ണക്കള്ളക്കടത്ത് ഭീകരവാദത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിച്ച് സുപ്രീം കോടതി. സ്വർണ്ണക്കള്ളക്കടത്ത് ഭീകരവാദ പ്രവർത്തനത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതി. UAPA വകുപ്പുകൾ ബാധകമായോ എന്ന് പരിശോധിക്കുമെന്ന് കോടതി അറിയിച്ചു. കേന്ദ്ര സർക്കാരിനടക്കം നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. രാജസ്ഥാനിലെ ഒരു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. UAPA 15-ാം വകുപ്പ് പ്രകാരം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള നീക്കമായി കാണാൻ കഴിയുമെന്ന് പറഞ്ഞാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളിൽ UAPA ചുമത്തുന്നത്. എന്നാൽ ഇക്കാര്യം പരിശോധിക്കാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ക്ഷേമയുദ്ധം. വീട്ടമ്മമാർക്ക് മാസം 1000 രൂപ നൽകാമെന്ന DMK വാഗ്ദാനത്തെ വെട്ടാൻ ഡബിൾ ഡമക ഓഫറുമായി DMK. അണ്ണാ DMK വീട്ടമ്മമാർക്ക് മാസം 15000 രൂപ, റേഷൻ കാർഡ് ഉടമകൾക്ക് വർഷം 6 സൗജന്യ ഗ്യാസ് സിലിണ്ടർ. ഇതിനിടെ പകർപ്പവകാശം വിവാദമായതോടെ മത്സരത്തിന് എരിവും പുളിയുമായി. വീട്ടമ്മമാർക്ക് ശമ്പളം നൽകുന്ന പദ്ധതി തങ്ങളുടെ നയരേഖയിൽ നിന്ന് കോപ്പി അടിച്ചെന്ന ആരോപണമായി മക്കൾ നീതിമയം രംഗത്തെത്തി. അധികാരത്തിൽ എത്തിയാൽ വീട്ടമ്മമാർക്ക് മാസം ശമ്പളം കമൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സംവരണം എത്ര സംസ്ഥാനങ്ങളുടെ നിലപാട് തേടിയെന്ന് സുപ്രീം കോടതി. സംവരണ പരമാവധി 50% നിർദ്ദേശിച്ച 1992-ലെ വിധി പുനഃപരിശോധിക്കണമെന്ന് വ്യക്തമാക്കാൻ സംസ്ഥാനങ്ങളോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. പിന്നോക്ക വിഭാഗങ്ങളെ നിർണയിക്കാൻ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം ഇല്ലാതാക്കാൻ 102-ാം ഭരണഘടന ഭേദഗതിയെക്കുറിച്ചും സംസ്ഥാനങ്ങൾ നിലപാടറിയിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സർക്കാർ ജോലികൾക്ക് മാറാം വിഭാഗത്തിന് സംവരണം അനുവദിച്ച് മഹാരാഷ്ട്ര നിയമസഭ പാസാക്കിയ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ നടപടി. കേസിൽ ഈ മാസം 15 മുതൽ വാദം തുടരും. അന്തർദേശീയ വാർത്തകൾ. സൗദിയിൽ തൊഴിൽ തേടാൻ യോഗ്യതാ പരീക്ഷ ജയിക്കണം. സൗദിയിലെ സുപ്രധാന എണ്ണ തുറമുഖങ്ങൾക്ക് ഹൂതിയുടെ ഡ്രോൺ ആക്രമണം. വാക്സിൻ എടുത്ത മാതാപിതാക്കളുള്ള കുട്ടികൾക്ക് ഹോട്ടൽ ക്വാറന്റൈൻ വേണ്ടെന്ന് അധികൃതർ.
വാർത്തകൾ വിശദമായി. സൗദിയിൽ ജോലി നേടാൻ യോഗ്യതാ പരീക്ഷ എഴുതണം. വിദേശത്ത് നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളുടെ പരിജ്ഞാനം ഉറപ്പുവരുത്താൻ സൗദി അറേബ്യ പ്രൊഫഷണൽ പരീക്ഷയ്ക്ക് തുടക്കം കുറിച്ചു. പുതിയതായി ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് സ്വന്തം നാട്ടിലായിരിക്കും പരീക്ഷ. നിലവിൽ പ്രൊഫഷണൽ തസ്തികയിൽ ജോലി ചെയ്യുന്നവർ ജൂലൈ മുതൽ പരീക്ഷ എഴുതി യോഗ്യത നേടണം. യോഗ്യത തെളിയിക്കാൻ പറ്റാത്തവരെ ഒഴിവാക്കും. വിദേശകാര്യ മന്ത്രാലയമാകും സാങ്കേതിക തൊഴിൽ പരിശോധന കോർപ്പറേഷനുമായി സഹകരിച്ച് 2 ഘട്ടങ്ങളിലായി പ്രാക്ടിക്കൽ തിയറി പരീക്ഷകൾ നടത്തുക. സൗദി അരാംകോയിൽ വീണ്ടും ഹൂതി ആക്രമണം. സൗദി അരാംകോയ്ക്ക് കീഴിലുള്ള സുപ്രധാന എണ്ണ തുറമുഖത്തേക്ക് ഹൂതികളുടെ ഡ്രോൺ ആക്രമണം. റാസ് തനൂറ തുറമുഖത്തെ എണ്ണ ടാങ്കുകളിൽ നിന്ന് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഊർജ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആക്രമണത്തിന് പിന്നാലെ എണ്ണവില ബാരലിന് $70 കടന്നു. സൗദി അറേബ്യയുടെ ഭൂരിഭാഗം എണ്ണക്കനിയും ചരക്കു നീക്കവും നടക്കുന്ന കിഴക്കൻ പ്രവിശ്യയിലാണ് ആക്രമണം ഉണ്ടായത്. വാക്സിൻ എടുത്ത മാതാപിതാക്കൾ ഉള്ള കുട്ടികൾക്ക് ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ല. വാക്സിൻ എടുത്ത മാതാപിതാക്കൾക്കൊപ്പം വരുന്ന കുട്ടികൾക്കും ഖത്തറിൽ ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് അധികൃതർ. വാക്സിൻ സ്വീകരിച്ചവർക്ക് ഹോട്ടൽ ക്വാറന്റൈൻ തുക തിരിച്ചെടുക്കാമെന്നും ഡിസ്കവർ ഖത്തർ അറിയിച്ചു. കോവിഡ് വാക്സിൻ സ്വീകരിച്ച മാതാപിതാക്കൾക്കൊപ്പം രാജ്യത്ത് തിരിച്ചെത്തുന്ന കുട്ടികൾക്കും ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് ഖത്തർ എയർവേസ് ഹോട്ടൽ ബുക്കിംഗ് വിഭാഗമായ ഡിസ്കവർ ഖത്തർ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.